ഓർഗനൈസർ ഉണ്ടാക്കൂ ചേച്ചി എന്ന ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓർഗനൈസറാണ്. അതിന് ഇതുപോലൊരു പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം മതി ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള പേപ്പർ യൂസ് ചെയ്ത് അതൊന്ന് കവർ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ വേറെ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് A4 സൈസ് പേപ്പർ എടുത്ത് ലൈന് വരച്ച് ഗ്രിഡ് പേപ്പർ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അകത്തത്തെ പോർഷനും കൂടി വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നില്ല. ഇനി ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിൻ്റെ നടുക്കുന്ന് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. വേറൊരു ഷെയ്ഡ് വരുന്ന പേപ്പർ യൂസ് ചെയ്ത് അതും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത പോർഷനിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമല്ല. ഇനി ടോപ്പ് പോർഷൻ വിട്ടിട്ട് ഡബിൾ സൈഡ് ടേപ്പ് 3 സൈഡിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഫ്രണ്ട് പോർഷനിലോട്ട് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ അകത്തോട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. കലണ്ടറോ നമ്മുടെ ഫോട്ടോസോ ടൈം ടേബിളോ എന്ത് വേണേലും ഇടാം. ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓർഗനൈസർ ആയിട്ടും പെൻ ഹോൾഡർ ആയിട്ടും നമുക്ക് യൂസ് ആക്കാം. സ്കെച്ച് പെന്നാണ് ഞാനിവിടെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ ബൈ.